എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും അല്ലേ. അപ്പോൾ രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നേ. അപ്പോൾ രാവിലെ ഉത്രാടപ്പാച്ചിലൊക്കെ വെള്ളത്തിൽ, അതായത് മഴയത്തോടെ പായേണ്ടി വരും എന്നോർത്ത് ഇരിക്കുമ്പോഴാണ് ചെറിയ വെയിൽ തെളിഞ്ഞു കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ താമര അമ്പലിനൊന്നും മറന്നു പോകരുതല്ലോ. അപ്പോൾ മുകളിലേക്കൊന്ന് കയറി ഞാൻ പൂക്കളൊക്കെ വിരിഞ്ഞോ മൊട്ടുകളൊക്കെ പുതിയത് വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയപ്പോഴാണ് അരുൺവാരി നിൽക്കുന്നു കേട്ടോ. അരുൺവാരി വിരിഞ്ഞ് നിൽക്കുന്നു. അപ്പം എന്നാൽ ഇയാളെക്കുറിച്ചാകാം ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഞാനൊരു ഫോണൊക്കെ ആയിട്ടാണ് കയറിപ്പോയത്, വീഡിയോ എടുത്തു. അപ്പോൾ ഈ അരുൺവാരി എനിക്ക് ആദ്യം, അതായത് ഞാൻ താമര ആമ്പൽ കളക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യമൊന്നും അരുൺവാരിയെ താല്പര്യമില്ലായിരുന്നു. കാരണം അരുൺവാരി എത്ര ഭംഗിയിൽ ആൾക്കാർ ഫോട്ടോ ഇട്ട് സെയിൽ പോസ്റ്റ് ഇട്ടാലും എനിക്കത് വലിയ താല്പര്യമില്ലാത്തതായിരുന്നു കേട്ടോ. പിന്നീട് കളക്ട് ചെയ്യാൻ കൂടുതൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അരുൺവാരി ഞാൻ വാങ്ങിച്ച് എനിക്ക് ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്താ പറയുക, അത്രയും നാളും ഞാൻ കളക്ട് ചെയ്യാതിരുന്ന ഒരു വെറൈറ്റി വളരെ നഷ്ടമായിപ്പോയെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇത് സെക്കൻഡ് ഡേയിലെ ഫ്ലവറാണ്. ഇതിപ്പം സെക്കൻഡ് ഡേയിൽ ഫ്ലവറാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിലും ഭംഗിയായിരിക്കും, ഇതിലും കളറും കാണും. അപ്പോൾ ഇത് സൂര്യപ്രകാശമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ പെറ്റൽസിൻ്റെ ആണ് ഭംഗി കേട്ടോ. പെറ്റൽസിൻ്റെ അത് കണ്ടില്ലേ, കൂർത്തിട്ട് നല്ലൊരു നാരോ പെറ്റൽസാണ് കേട്ടോ. അതിൻ്റെ ഷേപ്പും അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് കണ്ടോ യെല്ലോ കളറ്, ഒരു വൈറ്റ്, അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ എൻഡിൽ പിങ്ക് കളറ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതുപോലെ ഭംഗിയാണ് കേട്ടോ അതിൻ്റെ കാണാൻ. ഇതിപ്പം ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിരിക്കും നേരിട്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടില്ല അതിൻ്റെ പെറ്റൽസിൻ്റെ ലാസ്റ്റ് കണ്ടില്ല, ഇവിടെ കണ്ടോ, കണ്ടോ പെറ്റൽസിൻ്റെ അടിഭാഗത്തായിട്ട് കണ്ടില്ലേ, കൂമ്പി വരുമ്പോൾ ഒരു പച്ച കളറ് ആയിട്ട് വരും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതുപോലെ എൻ്റെ അതിൻ്റെ ലീഫ് കണ്ടോ, ലീഫ് ഈ വാട്ടർ ലില്ലിയുടെ ഒക്കെ ലീഫിൻ്റെ അടിവശവും പ്രത്യേകതയുണ്ട്. ചില ലീഫിനൊക്കെ പർപ്പിൾ കളറും ചില ലീഫിനൊക്കെ ഇതതുപോലെ റെഡ് കളറും ഒക്കെ ആയിരിക്കുമേ. അപ്പോൾ ലീഫിനും പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. മിക്ക വെറൈറ്റീസിൻ്റെ ലീഫിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതിപ്പം ഓരോരോ കളറനുസരിച്ചായിരിക്കും അതിൻ്റെ ലീഫിനും വ്യത്യാസം. പർപ്പിൾ കളറുള്ള ഫ്ലവർ വിരിയുകയാണെങ്കിൽ പർപ്പിളായിരിക്കും അതിൻ്റെ ലീഫിൻ്റെ അടിവശമൊക്കെ. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ വരണമെന്നുമില്ല കേട്ടോ. അപ്പം ഇത് കണ്ടില്ല, ലീഫ് വലിയ ലീഫായി കഴിയുമ്പോഴാണ് ആ ഒരു കളർ കയറി വരുന്നത്. അപ്പോൾ ഞാനിപ്പം വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി, നേരത്തെ ഇത് വാങ്ങി വയ്ക്കായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഭംഗിയില്ല എന്ന് കരുതുന്ന ഏതൊരു വെറൈറ്റിക്കും നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോഴായിരിക്കും അതിനെ നമ്മൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അരുൺവാരി. നല്ല ഭംഗിയാണ്, ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്, എപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത്. കണ്ടില്ല, അടുത്ത ബഡ്ഡുകൾ താഴെ നിന്ന് വരുന്നുണ്ട്. ഒരു ഫ്ലവർ നേരത്തെ കഴിഞ്ഞ് പോയതാണ് കേട്ടോ. ഇതിപ്പം രണ്ടാമത്തെ ഫ്ലവറാണേ. അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് വെറൈറ്റിയാണ് കേട്ടോ അരുൺവാരി.